പ്രതിരോധത്തിന്റെ വിജയമെന്നാണ് വെടിനിർത്തലിനെ ഹമാസ് വിശേഷിപ്പിച്ചത്. ഈ വിജയം ആഘോഷിക്കാൻ ആയിരങ്ങൾ ഗസയിൽ ഒത്തുകൂടി. 7 ആഴ്ച നീണ്ട രക്തരൂഷിത ദിനങ്ങൾക്കാണ് വിരാമമായത്. പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യം ആർക്കു മുന്നിലും അടിയറ വയ്ക്കില്ലെന്ന് ഓരോ ഫലസ്തീനിയും വിളിച്ചു പറഞ്ഞു. 7 ആഴ്ച ഗസയിൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ഇസ്രായേലിന് വിജയം അവകാശപ്പെടാനില്ല. ലോക മനസാക്ഷിക്ക് മുന്നിൽ ഇസ്രായേൽ കൂടുതൽ തുറന്നുകാട്ടപ്പെട്ടു. ഗസയ്ക്ക് മേലുള്ള ഉപരോധം പിൻവലിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇസ്രായേലിന് ഭാഗികമായെങ്കിലും അംഗീകരിക്കേണ്ടി വന്നു. 2200ഓളം പേർ രക്തസാക്ഷികളായെങ്കിലും അവരുടെ ചോരയൊന്നും വെറുതെയായില്ലെന്ന് ഫലസ്തീനികൾ വിശ്വസിക്കുന്നു. ഹമാസിന്റെ മുതിർന്ന നേതാക്കളും ആഹ്ലാദ പ്രകടനത്തിൽ പങ്കുചേർന്നു. ഗസയിൽ തങ്ങൾ വിമാനത്താവളം നിർമ്മിക്കുമെന്ന് നേതാക്കളിലൊരാളായ മഹ്മൂദ് അൽ സഹർ പറഞ്ഞു. سنبني مطارنا ومن يعتدي على مطارنا سنعتدي مرة أخرى على مطارنا. എന്നാൽ ഹമാസിന് കനത്ത ആഘാതം സൃഷ്ടിക്കാൻ സാധിച്ചെന്നും അവർ നിർമ്മിച്ച നിരവധി ടണലുകൾ തകർക്കാൻ കഴിഞ്ഞുവെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.